പ്രിയ സുഹൃത്തുക്കളെ, ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ ശക്തമല്ലെങ്കിൽ എത്ര മനോഹരമായ കെട്ടിടവും തകർന്നു പോകും. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്സും. പരസ്പര വിശ്വാസം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഒരു ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. നമ്മളിപ്പോൾ മറ്റുള്ളൊരാളുമായിട്ട് തർക്കിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അല്ലേ? പക്ഷേ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ അല്പം ഒന്ന് ക്ഷമ പാലിക്കുകയാണെങ്കിൽ വലിയ വഴക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഉടനെ തന്നെ പ്രതികരിക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളെ അതിൻ്റേതായ ഒരു രീതിയിൽ കാണാനൊക്കെ നമുക്ക് സമയം കിട്ടും. ഇപ്പം രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ തന്നെ അവരെപ്പോഴും വ്യത്യസ്തരായിരിക്കും അല്ലേ? അവരുടെ ചിന്താഗതി, സ്വഭാവം, പെരുമാറ്റം എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരമ്മ പ്രസവിച്ച ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം രണ്ട് തരത്തിലായിരിക്കും അല്ലേ? നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി അതൊരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയായാൽ പോലും അവരുടെ തെറ്റുകൾ തിരുത്താനും നിങ്ങളോട് പൊരുത്തപ്പെടാനും ഒക്കെ സമയം നൽകുക. ഒരു ദിവസം കൊണ്ട് ഏതായാലും ഒരാൾക്ക് മാറ്റങ്ങൾ സംഭവിക്കില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ മനോഭാവമാണ്. എപ്പോഴും ഒരു ബന്ധത്തിൽ എൻ്റെ അല്ലെങ്കിൽ നിൻ്റെ അങ്ങനെ ഒരു രീതി പാടില്ല. എൻ്റെ നിൻ്റെ എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങളായിരിക്കും. കാരണം ഞാൻ നീ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു മത്സരബുദ്ധി നമ്മൾ അറിയാതെ തന്നെ വളരുകയാണ്. നമ്മുടെ ഇടയിൽ മത്സരബുദ്ധി വരുമ്പോൾ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ മോശമായൊരവസ്ഥയിലേക്ക് പോകും. നമ്മുടെ കൂടെയുള്ള ആൾ തോറ്റുപോയാൽ അത് നമ്മൾ സ്വയം തോൽക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എപ്പോഴും നീ ഞാൻ എന്നുള്ള ചിന്ത മാറ്റി നമ്മൾ എന്നൊരു രീതി വളർത്തിയെടുക്കുക. ഏതൊരു ബന്ധത്തിലും മറ്റുള്ളവരുടെ മോശമായ വശം മാത്രം കാണാതെ അവരുടെ നല്ല വശങ്ങളെ കൂടി കാണുകയും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബന്ധങ്ങൾ വളരെ മനോഹരമാക്കാം. നമ്മുടെ ഒരു വിരൽ മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകളും നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നതെന്ന് ഓർക്കണം. അടുത്ത കാര്യം, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാളെ ഇടപെടുത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റൊരാളെ കൂടി ഇടപെടുത്തുമ്പോൾ പ്രശ്നം കൂടുതൽ മോശമാകാനേ സാധ്യതയുള്ളൂ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാൽ അത് നിങ്ങൾ തന്നെ സംസാരിച്ചു തീർക്കുക. ചിലപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളുടെ ഉപദേശം പ്രശ്നം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് പെർഫെക്റ്റായ ഒരു മനുഷ്യനുമില്ല. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും. പരസ്പരം മനസ്സിലാക്കാനും ക്ഷമിക്കാനും കുറവുകളെ ഉൾക്കൊള്ളാനും പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ തീർക്കാനും സാധിച്ചാൽ നിങ്ങളുടെ ബന്ധം ഏറ്റവും മനോഹരമാക്കാം.